മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് ഇറാൻ സമർപ്പിച്ച സമാധാന പദ്ധതിയിൽ ട്രംപിന് അതൃപ്തി എന്ന സൂചന. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ദേശീയ ഉപദേഷ്ടാക്കളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷം പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കും എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. Well, only because it's been reported, I will confirm the president has met with his national security team this morning. The meeting may be ongoing, maybe not. I don't want to speak affirmatively because I was prepping to come out here. But the proposal was being discussed. I don't want to get ahead of the president or his national security team. What I will reiterate is that the president's red lines with respect to Iran have been made very, very clear, not just to the American public, but also to them as well. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള US നിർദ്ദേശം പരിഗണനയിൽ ആണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം നടത്തിയ ആക്രമണങ്ങളിൽ 40-ൽ അധികം പേർ മരണപ്പെട്ടു എന്നതാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, നമുക്ക് ലെബനനിലേക്ക് വരുന്നതിന് മുമ്പ് ഇറാൻ അമേരിക്ക തർക്കം, അതിന് പലതരത്തിലുള്ള ഫോർമുലകൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒന്നുകിൽ ഇറാന് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അംഗീകരിക്കാൻ സാധിക്കില്ല, അതല്ല എങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകൾ അമേരിക്കയും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകൾ ഇറാനും ഒക്കെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റവും ഇപ്പോഴുമില്ല എന്നല്ലേ വിലയിരുത്തേണ്ടത്? പ്രത്യേകിച്ച് ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. വീണ്ടും ട്രംപിന് ആ നിർദ്ദേശത്തിൽ, ആ പദ്ധതിയിൽ കൃത്യമായ അതൃപ്തി എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ ഇറാനും അമേരിക്കയും മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ US ഒരു 15 നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഊന്നിയിട്ടുള്ള ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ നടന്നിരുന്നത്. എന്നാൽ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ എന്നെന്ന് ഒരു തീർത്തും നിശ്ചയമില്ലാതെ അത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പാകിസ്ഥാനിലെത്തിയത്. അപ്പോഴിതൊരു ചർച്ചയ്ക്ക് വഴങ്ങിയിട്ടാണ് ഇറാൻ പാകിസ്ഥാനിലേക്ക് എത്തിയതെന്ന് അമേരിക്ക കരുതുകയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ പാകിസ്ഥാനിലേക്ക് ആ സമയത്ത് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി അല്ല തങ്ങൾ വന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുകയും പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം പിന്നീട് ഒമാനിലേക്കും റഷ്യയിലേക്കും ഒക്കെ യാത്ര തിരിക്കുകയായിരുന്നു. എന്തായാലും പാകിസ്ഥാനിലെത്തിയ ആ സമയത്ത് ഇറാൻ ഒരു 3 നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ ഏൽപ്പിച്ചു. ഇത് അമേരിക്കയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇറാന്റെ ഇനി അടുത്ത രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള 3 നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ ഏൽപ്പിച്ചത്. ഈ 3 നിർദ്ദേശങ്ങൾ തന്നെ അമേരിക്ക പ്രധാനമായിട്ടും എതിർക്കുന്ന വിഷയങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒന്നാമത്തെ കാര്യം, ഇറാനെ ഇപ്പോഴാണെങ്കിലും ഭാവിയിലാണെങ്കിലും ഒരു തരത്തിലും ആക്രമിക്കാൻ പാടില്ല. ഈ വിഷയം സമ്മതമാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അവസാനിപ്പിക്കണം. US ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രം ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കും. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിക്കുന്ന ഒരു നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിന് മാറ്റം വരികയുമില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. ഇറാന് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം തരണം. ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത്തരം നിർദ്ദേശങ്ങളാണ് ഇറാൻ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തന്നെ അമേരിക്ക മുൻപ് പല ആവർത്തി എതിർത്തിട്ടുള്ള വിഷയങ്ങളാണ് ഇറാൻ നിലവിൽ ഒരു ചർച്ചയുടെ ഉപാധികളായി സമർപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വിഷയം പാകിസ്ഥാൻ US-ന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 3 പോയിന്റ്സും ട്രംപ് തൻ്റെ ദേശീയ ഉപദേഷ്ടാക്കരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരമുള്ളത്. വിഷയത്തിൽ ഇതുവരെ US പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ വൈറ്റ് ഹൗസിലുള്ള ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US-ലെ ചില മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ടിലാണ് ട്രംപിന് ഈ 3 നിർദ്ദേശങ്ങളിലും എതിർപ്പുള്ളതായിട്ട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ കരോലിൻ ലെവിറ്റ് പറയുന്നത് ട്രംപ് ഇപ്പോഴും തൻ്റെ ദേശീയ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഇറാന്റെ നിർദ്ദേശങ്ങളിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം
മാത്രമേ ട്രംപ് നേരിട്ട് ഒരു തീരുമാനം അറിയിക്കുകയുള്ളൂ എന്നാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ട്രംപിന് അതൃപ്തിയുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആ ചർച്ചകളെ തുടർന്ന് റഷ്യ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനിലെ ജനത സമാനതകളില്ലാത്ത ദുരിതമാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുരിതത്തിൽ റഷ്യ ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇറാന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഉറപ്പു നൽകുന്നതായിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ സന്ദേശം തനിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചതാണ്. ഇതിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം താൻ പ്രകടിപ്പിക്കുന്നതായിട്ടും പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി റഷ്യയുടെ ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇപ്പോൾ UN-ൽ ഒരു സുരക്ഷാ സമിതി യോഗവും കൂടി ഇപ്പോൾ ചേർന്നിരുന്നു. ഇത് ബഹ്റൈൻ്റെ പ്രത്യേക അപേക്ഷയെ മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ സമിതി യോഗം ചേർന്നത്. പക്ഷേ ഈ യോഗത്തിൽ പ്രത്യേകം പ്രമേയമൊന്നും പാസ്സാക്കപ്പെട്ടിരുന്നില്ല. മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ബഹ്റൈൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു UN രക്ഷാസമിതി യോഗം ചേർന്നിരുന്നു. അന്ന് ബഹ്റൈൻ്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ഒരു പ്രമേയം അവതരിപ്പിച്ചതാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി. പക്ഷേ ഇത് ഏകപക്ഷീയമാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയും അതുപോലെ ചൈനയും ഇത് വീറ്റോ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീറ്റോ സാധ്യതകളുള്ളത് കാരണം തന്നെയാണ് മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ നിലവിൽ പ്രമേയം അവതരിപ്പിക്കാത്തത്. എന്തായാലും അതിൽ തന്നെ അജയ്, ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്നതിനപ്പുറത്ത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടുക, അതാണല്ലോ ലോകത്തിലെ എണ്ണക്കടത്തിൻ്റെ 20% കടന്നു പോകുന്ന പാതയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ചുങ്കം ചുമത്തും എന്ന നിലപാട് ഇറാൻ നേരത്തെ ആവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളും ഈ വിഷയത്തെ ഏത് നിലയിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഈ 10 നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഒരു പൊതു അഭിപ്രായം കൂടി ഇതിൽ ബാധകമാകുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനം. ട്രംപാണ് ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. മറ്റ് രാജ്യങ്ങളെല്ലാവരും ഇറാനുമായിട്ട് സംസാരിച്ച് അവരുടേതായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇറാനുമായിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തില്ല എന്നൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാന്റെ ഇന്ത്യയിലെ അംബാസഡർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മാത്രമല്ല റഷ്യക്ക് ടോൾ ഏർപ്പെടുത്തില്ല എന്നുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല രാജ്യങ്ങളും ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ അതുവഴിയുള്ള തങ്ങളുടെ ഗതാഗതം സുഗമമായി നീക്കാൻ വേണ്ടി ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുകയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മറ്റ് രാജ്യങ്ങളെല്ലാവരും ഇറാനുമായി ഒരു സമവായത്തിൽ എത്തിയാലും US-ന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ സുഗമമായിട്ടുള്ള യാത്ര അനുവദിക്കാൻ സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇസ്രായേൽ ഹൂതി വിമതരെ തീർത്തുകളയും എന്നത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ലെബനനിൽ ആക്രമണം തുടരുക തന്നെയാണ്. അതായത് വെടിനിർത്തലിന് ശേഷം പോലും 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണല്ലോ വിവരം. തീർച്ചയായിട്ടും. ഇപ്പോൾ വെടിനിർത്തൽ ലെബനനിൽ നിലവിൽ വന്നത് ഏപ്രിൽ 17-നാണ്. ഏപ്രിൽ 17 മുതൽ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ അതിനുശേഷം മാത്രം ഏതാണ്ട് 40ഓളം പേർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും മേഖലയിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ പോരാട്ടം അത് കനത്ത രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. മേഖലയിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് പല എയർ സ്ട്രൈക്കുകളാണെങ്കിലും അതുപോലെ നേരിട്ടുള്ള റെയ്ഡുകളാണെങ്കിലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ ഹിസ്ബുള്ള ചില പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെ തുടർന്ന് എല്ലാം രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. എന്തായാലും 3 ആഴ്ചത്തെ വെടിനിർത്തലാണ് ലെബനനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ള സേനയ്ക്ക് മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നിലവിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. എന്തു തന്നെയാണെങ്കിലും ലോകം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് ലോക സമ്പദ്ഘടനയെ, സമ്പദ്ക്രമത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ യുദ്ധം. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴാണ് സമാധാനം പുലരുക എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.